അവർക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അവരുടെ പരമാവധി എഫിഷ്യൻസി നാടിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പല കൗൺസിലർമാർക്കും ഓഫീസില്ല. അവര് സ്വന്തമായിട്ട് പലരും ഇപ്പോൾ വീട്ടിലാണ്. വനിതകളൊക്കെ സ്വന്തമായിട്ട് പണം കണ്ടെത്താൻ സാധിക്കാത്ത വനിതകളൊക്കെ തന്നെ സ്വന്തം വീട്ടിലൊരു റൂമോ ചെറിയ വീടൊക്കെ ഉള്ള പെൺകുട്ടികളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതൊക്കെ നിങ്ങളും പോയി നേരിട്ട് കാണണം. അപ്പോൾ അതിനൊക്കെ സൗകര്യം ഉണ്ടാവും. ഞാൻ എൻ്റെ വ്യക്തിപര അഭിപ്രായം പറയാം. ബാക്കിയെല്ലാം ചർച്ചകൾ കഴിഞ്ഞ് നിയമപരമായ വശമൊക്കെ പരിശോധിച്ച് പറയുള്ളൂ. കൊമേഴ്സ്യൽ കോംപ്ലക്സിന് മാർക്കറ്റ് വാല്യൂ കോർപ്പറേഷൻ കിട്ടണം. മറ്റുള്ള ജനകീയമായ ഇടപെടലും കാര്യങ്ങൾക്കൊക്കെ തന്നെ നിയമപരമായിട്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. സാധാരണക്കാരായ ജനങ്ങളും ജനപ്രതിനിധികളും ഇരുന്ന് നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ഇളവുകൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം. ലാഭമുണ്ടാക്കുന്ന കൊമേഴ്സ്യൽ കോംപ്ലക്സുകൾക്ക് സ്വകാര്യ വ്യക്തികൾക്ക് കിട്ടുന്ന അതേ വാടക കോർപ്പറേഷന് കിട്ടണം. സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്ന അതേ ഡെപ്പോസിറ്റ് കോർപ്പറേഷൻ കിട്ടി വെക്കുള്ളൂ. അല്ല, നിയമപരമായിട്ട് ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്ന സ്ഥലം, ജനങ്ങൾ വരുന്ന സ്ഥലം, അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള സഹായവും സൗകര്യവും ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്തു കൊടുക്കണം. അതായത് കോർപ്പറേഷന്റെ, ഞാൻ പറഞ്ഞില്ല അനു, ഇത് ലാസ്റ്റ് ചോദ്യം കൊണ്ടെല്ലാം തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് കോർപ്പറേഷന്റെ ഒരു കെട്ടിടം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് നടത്തി ലാഭമുണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങൾ, സ്വകാര്യ വ്യക്തികളെടുത്ത് ബിസിനസ് നടത്തി ലാഭം ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ കെട്ടിടത്തിന്റെ ഇതിന് കിട്ടേണ്ട വാടക കിട്ടാൻ കോർപ്പറേഷൻ അർഹതയില്ലേ?